ഇതെന്താ ഇവൾക്കിപ്പോ ഇങ്ങനെ ഒരു എല്ലാം ഒത്തു വന്നു എന്ന് വിചാരിച്ചപ്പോ എന്താ ഇത്? അവളുടെ വിധി ഇതാ, അയാളുടെ കൊടുത്താൽ മതി. എല്ലാം ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ ബന്ധപ്പെട്ട് ഇവിടെ വരെ വന്നതാണ്. ഇനി എന്തിനാ ഒരിക്കൽ കൂടെ ഇങ്ങോട്ട് വരുത്തി ആ നല്ല മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതിന്റെ ഉള്ളിൽ പൈസയും വെച്ചിട്ടുണ്ട്. ഇവിടെ ലോഡ്ജിൽ കൊടുക്കാൻ വേറെ പൈസ കരുതിയിട്ടുണ്ടോ? ഇല്ല. വണ്ടിക്കൂലിയോ? ചുമ്മാ കളിയാക്കാൻ ചോദിച്ചാണെന്ന് കരുതിയാൽ മതി കേട്ടോ. സീരിയസ് ആയിട്ട് എടുക്കണ്ട. ആര് സീരിയസ് ആക്കുന്നു? ഓരോ പ്രാവശ്യം വരുമ്പോഴും നീ എന്റെ മദ്യപാനത്തെ പറ്റി പറഞ്ഞൊന്നും ആര് വിട്ടില്ലെങ്കിൽ എനിക്ക് ഏതാണ്ട് പോലെ. പിന്നെ കുടിക്കാൻ പോലും ഒരു രസം തോന്നുന്നില്ല. എങ്കിൽ ചോദിച്ചേക്കാം, ഇപ്പൊ എങ്ങനെയുണ്ട് വെള്ളമടി? നടക്കുന്നു. മനസ്സിനൊരു സുഖമില്ലടാ. സൂക്കേടുകാരിയായിട്ട് കിടക്കുന്നതിനേക്കാൾ ഭേദം അങ്ങ് പോയതാ. എന്നാലും രുക്മിണിയുടെ മരണം ഒരടിയായിട്ട് കിടക്കുന്നു. തള്ളയും അതോടങ്ങ് മനസ്സ് പോയ പോലെ. ഞാനിത് പുറത്തു കൊണ്ടുപോയി കത്തിച്ചോളാം. ഇരുന്നായിരുന്നു പോവും. നിന്റെയും ജോലി മുടങ്ങും. ചായ തണുക്കും. ചായയുടെ ചൂട് പോവും. പൊയ്ക്കോട്ടെ. കുടിക്കുന്നില്ലേ? ഇല്ല. ഞാൻ തന്നതുകൊണ്ടാ? പിണക്കമുണ്ടോ? കുട്ടിക്ക് നേരം പോവാൻ ഒരു വിഷമം ഉണ്ടാവില്ല അല്ലേ? ചിലപ്പോ തോന്നും ബോറാണെന്ന്, ചിലപ്പോ തോന്നും രസാണെന്ന്. പുള്ളിയുടെ ഓരോ കിറുക്കുകളാ. ആ അമ്മമാരുടെ കോളേജിൽ പണി ഏതാണ്ട് കിട്ടിയതാ. സമ്മതിക്കണ്ടേ? ഇവിടെ ഇരുന്നോ മുട്ടയും വിരിയിച്ച്. ജോയ്, എപ്പോഴും ഇത് തന്നെ. ജോലി തിരക്ക്, ജോലി തിരക്ക്. അതുകൊണ്ടെന്താ, തോന്നുമ്പോ കോഴി പിടിച്ച് പൊരിച്ച് തിന്നാലോ. തുടങ്ങി. ഞാനിതാ വരുന്നേ. ടാറ്റാ. പോട്ടെ, ബൈ. ടാറ്റാ. എന്താ കുട്ടി ആലോചിക്കുന്നേ? കുട്ടി എന്താ ആലോചിക്കുന്നേന്ന്? ഞാനൊന്നും ആലോചിക്കുന്നില്ലല്ലോ. ഉണ്ട്.
എന്താന്ന് പറയട്ടെ? രേഖയെ പറ്റി. എന്ത് പത്രാസായിരുന്നോ പെണ്ണിന്? പിന്നെ കേൾക്കുന്നത് മിക്സഡ് മാരേജും കോടതിയും പിന്നെ ഇപ്പൊ കോഴിക്കൃഷി. വേറൊന്നും തോന്നിയില്ലേ? ഇല്ല. ഒപ്പം പഠിച്ചിരുന്ന കുട്ടികള് എന്ത് സന്തോഷമായിട്ട് കഴിയുന്നു എന്ന് തോന്നിയില്ലേ? ഒരു ഭർത്താവും ഒരു കുഞ്ഞുമുള്ളതിന്റെ വ്യത്യാസം ആ പെൺകുട്ടിയുടെ മുഖത്ത് കണ്ടില്ലേ? ആ തിളക്കം നിന്റെ മുഖത്തും കാണണമെന്ന് ആശയുള്ള ഞങ്ങളിൽ ചിലരുണ്ട്. അറിയാട്ടത്തമ്മേ. പിന്നെ എന്താ ഇത്? ഒരു പഴയ സില്ലി കോളേജ് റൊമാൻസിന്റെ പേരും പറഞ്ഞ് ജീവിതം വേസ്റ്റാക്ക്. വഴക്ക് പറയല്ല കേട്ടോ. നിന്റെ വീട്ടിൽ വിരുന്ന് വരാനും നിന്റെ കുഞ്ഞിന് ടാറ്റ പറയാനും ഞങ്ങൾക്ക് മോഹം ഉണ്ടാവില്ലേ മേര? അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. എനിക്കറിയാം. പിന്നെ ആ ലെക്ചറിനെ അറിയിക്കാൻ വേണമെങ്കിൽ ഇനിയും സമയമുണ്ട്. ഇപ്പോഴും ലേറ്റല്ല. വേണ്ട. ഇന്നിനിപ്പോ അത് വേണ്ട. അത് നീയല്ലേ തീരുമാനിക്കേണ്ടത്. കൂടെ എന്ത് സാർ ക്ഷമയില്ലാതെ? അതൊന്നുമല്ല, എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കാൻ കിട്ടുന്നത്. ആ നേരത്തെ സിഗരറ്റ്. എന്താ സംസാരിക്കേണ്ടത്? വെഡിങ് ആനിവേഴ്സറി അടുത്ത ആഴ്ച എങ്ങനെ ആഘോഷിക്കണം എന്ന വിഷയത്തെ കുറിച്ചാണോ? ആനിവേഴ്സറി ആദ്യത്തെ ആനിവേഴ്സറി കണ്ടല്ലോ, ഇനിയാ രണ്ടാമത്തേത്. പിന്നെ എന്തിനെ പറ്റിയായിരിക്കും? മീരയെ കുറിച്ച്. ആ കുട്ടി എന്താ ഇങ്ങനെ? അതിനെന്തോ പ്രോബ്ലംസ് ഉണ്ട്. എന്ത് പ്രോബ്ലം? എന്തോ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്തോ ഉണ്ട്. എന്താ നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ഏതെങ്കിലും നല്ല പ്രപ്പോസൽ വന്നാൽ അത് ആലോചിക്കാം എന്ന് നിന്നോട് പറഞ്ഞിരുന്നതാ. എന്നിട്ടിപ്പോ എന്താ ഇങ്ങനെ? ഓരോ സമയത്ത് ഓരോന്ന്. അതല്ല, ഞാൻ ചകഞ്ഞെടുത്തോളാം. എടുത്തമ്മേ, അരികിലോ അകലെയോ എവിടെയാണോ അത്തിക്കൊമ്പിലൊരു മൈന പാടി കൊച്ചുകുട്ടത്തി. അരികിലോ അകലെയോ എവിടെയാണോ അത്തിക്കൊമ്പിലൊരു മൈന പാടി കൊച്ചുകുട്ടത്തി. ഒരു പദം കനക കിങ്ങിണി ചിറകു കെട്ടിയ തിര